എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലാണ്. 2-3 ദിവസം മുമ്പ് ഞാനും എൻ്റെ 1978 SLC ബാച്ചിലെ അംഗങ്ങൾ കൂടി കൊടൈക്കനാലിലേക്ക് ഞങ്ങളുടെ സഹപാഠി ഗോപുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് പോയിരിക്കുകയായിരുന്നു. വലിയൊരു യാത്രയായിരുന്നു അത്. യാത്രയിൽ ഞങ്ങളെല്ലാവരും 3 ദിവസം ഹെക്റ്റിക്കായിട്ടുള്ള യാത്ര പോലെ ഞാൻ തന്നെയാണ് എല്ലാ സംസാരങ്ങളും ലീഡ് ചെയ്തത്. ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കര പൊള്ളുന്ന ചൂടായിരുന്നു പൊള്ളാച്ചിയിലൊക്കെ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കഴുത്തിലൊരു ചുടുകുരു വന്നു പെട്ടു. അപ്പോൾ തന്നെ ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ ഞാൻ മുല്ലശ്ശേരിയിലെ വൈദ്യമന്ദിരത്തിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നതാണ്. അത് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു വിധം ശരിയായി. പക്ഷേ പിറ്റേ ദിവസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പുന്നയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അത് ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ ആദരിക്കൽ, ഡോക്ടേഴ്സിനെ ആദരിക്കൽ, ഡയലൈസർ വിതരണം ചെയ്യൽ, അങ്ങനത്തെ ഒരു കേസാണ്. അപ്പോൾ ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഞാൻ പറ്റില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. പിന്നെ അവരോട് സ്നേഹം അച്ഛനെ കാത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പോയി പോയി അവിടെ ചെന്നപ്പോൾ ജനങ്ങളുടെയൊക്കെ ആവേശം അവരുടെ ആത്മാർത്ഥ്യം കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം സംസാരിച്ചു പോയി. ആ സംസാരം അങ്ങോട്ട് പിച്ച് കയറി വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ പോകുന്നൊരു സിസ്റ്റം ഉണ്ട്. ബോഡി വളരെ ക്ഷീണിക്കുമ്പോൾ അതിൽ ഞാനൊന്ന് കുഴഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരിച്ച് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് എന്നെ നേരെ ആംബുലൻസിൽ അവിടെ വെച്ച് എനിക്കൊരു CPR ഒക്കെ തന്നു. ആ CPR ശരിക്കും അവർ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. ഡോക്ടർ ഹക്കീമാണ് തന്നത്. ഹക്കീമിനോട് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷേ ആ CPRൻ്റെ പെയിൻ എൻ്റെ ചെസ്റ്റിൽ ഇപ്പോൾ ധാരാളമുണ്ട്. അപ്പോൾ ഞാൻ ഹയാത്ത് ഹോസ്പിറ്റലായിരുന്നു ആദ്യം എന്നെ ICUയിൽ അഡ്മിറ്റ് ചെയ്തത്. അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഞാൻ രാജഗിരി ഹോസ്പിറ്റലുണ്ട്. 2 ദിവസം അവിടെ കിടക്കണം. കാരണം വെച്ചാൽ എൻ്റെ ചെസ്റ്റ് ആകെ ഒരു കൺജസ്റ്റഡായിട്ട് നിൽക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലോകത്തെമ്പാടുള്ള എല്ലാ മനുഷ്യരും എന്നോട് വേണ്ടി പ്രാർത്ഥിച്ചതിനൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഈ ലോക ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്. ദൈവത്തിൻ്റെ കരങ്ങളുള്ള, ദൈവത്തിൻ്റെ ഹൃദയമുള്ള, ദൈവത്തിൻ്റെ കൈകളുള്ള, ദൈവത്തിൻ്റെ മനസ്സുള്ള കുറേ മനുഷ്യർ, ലക്ഷോപലക്ഷം മനുഷ്യർ. എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല, എനിക്കൊന്നും വേണ്ട. ഇപ്പം എൻ്റെ രാജഗിരിയിൽ ഞാൻ വന്ന് പോന്നപ്പോൾ എൻ്റെ ചികിത്സ പോലും എൻ്റെ ക്ലാസ്മേറ്റായ ഗോപു വിളിച്ച് പറഞ്ഞത്, അച്ഛൻ്റെ ചികിത്സയുടെ ചിലവ് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്ന പറയണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞങ്ങളതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം. ഞങ്ങളുടെ ബാച്ചിലെ ആരുടെയും സങ്കടങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ആ തീരുമാനം എടുത്തിട്ട് പോകുന്നത്. അവസാനം എനിക്ക് തന്നെ അത് ഗോപു ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. എന്തായാലും പ്രിയമുള്ളവരെ, ലോകത്തെമ്പാടും നാനാജാതി മതസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ കടന്നു പോകും. എൻ്റെ ആഗ്രഹമായിരുന്നു പ്രസംഗിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം അബ്ദുൽ കലാം പോയതുപോലെ പോകണമെന്ന്. ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്കിനി ഒന്നിൻ്റെ ആഗ്രഹമില്ല. പോയിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തേക്കാൾ കൂടുതൽ സന്തോഷവാനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയേനെ. എനിക്കതിൽ യാതൊരു ഭയവും പേടിയില്ല. ഒന്നിനെ ആരെയും ഞാൻ ഉത്കണ്ഠപ്പെട്ടിട്ടില്ല, ആരെയും ഞാൻ അധൈര്യപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നല്ല സമയത്ത് പല ആൾക്കാരും കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഞാനിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം തരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ലോകത്തിലെ ഇതുപോലെ വേദനിക്കുന്ന മനുഷ്യരൊക്കെ ഞാൻ എന്ന് ഓർക്കും. എന്താരുടെയും വേദന കണ്ടാൽ, എല്ലാവരുടെയും വേദന എനിക്ക് തീർക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. പക്ഷേ തീർക്കാൻ പറ്റാത്തവരൊക്കെ ശത്രുക്കളായി മാറണം. പലരും പലത് എക്സ്പെക്റ്റ് ചെയ്യണം എന്നിൽ നിന്ന്. അത് കിട്ടാണ്ടാവുമ്പോൾ അവരൊക്കെ എൻ്റെ ശത്രുക്കളായി മാറും. അത് എനിക്ക് ശത്രുക്കളല്ല അവർ. പക്ഷെ അതെല്ലാം എനിക്ക് അസാധ്യമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് സന്തോഷമുണ്ട്. എന്നോട് സഹതാപം കാണിച്ച, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ച, പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്ത ലോകത്തുള്ള ധാരാളം മനുഷ്യർ, എനിക്കറിയില്ല അവരുടെ സ്നേഹത്തിന് എനിക്ക് എങ്ങനെ നൽകി നന്ദി അറിയില്ല. ഞാൻ മരിച്ചാലും ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു കേട്ടോ.